പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 17 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് കരം ഉയർത്തി പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അവൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കരം ഉയർത്തി പിടിച്ച് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും ചേർന്ന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നന്ദിയോടെ സ്തോത്രം 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 നന്ദിയോടെ സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വൈരികളുടെ മേൽ അവൻ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജനത്തിനും ആഹാരം കൊടുക്കുന്നവനെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി ഈ പ്രഭാതം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ വർഷത്തിൻ്റെ കർത്താവെ അവസാന ദിവസങ്ങളിൽ പ്രത്യേക കൃപ എല്ലാ മക്കളുടെ മേലും യേശുവിൻ നാമത്തിൽ പകരണമെന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഈ വർഷക്കാലം പല പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങനെ മുമ്പിൽ വെച്ചത് കർത്താവെ അവർ പ്രാർത്ഥിച്ച പല വിഷയങ്ങളും ഉണ്ടല്ലോ, അതിന്മേലൊക്കെ ഈ മറുപടികളുടെ ദിവസങ്ങളെന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഡിക്ലെയർ ചെയ്യുന്നു. കർത്താവെ ഈ ദിവസങ്ങൾ പ്രാർത്ഥനകളുടെ മറുപടികളുടെ ദിവസങ്ങളായി മാറട്ടെ. വലിയ ദൈവപ്രവൃത്തികളുടെ ദിവസങ്ങളായി മാറട്ടെ. ആത്മാവിൻ്റെ വലിയ പകർച്ചകളുടെ ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിൻ്റെ ദിവസങ്ങളായി തീരട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. പ്രതീക്ഷിക്കാത്ത ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്ങുകൾ, അനുഗ്രഹങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളെ തേടി വരുന്നതിനായിട്ട് സ്തോത്രം. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറിയുടെ മുമ്പിൽ അല്ലെങ്കിൽ വീടിൻ്റെ വാതിക്കൽ പത്രോസ് വന്ന് മുട്ടിയതുപോലെ ചില മറുപടികൾ വന്ന് മുട്ടുന്ന ദിവസങ്ങളായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അൾസർ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അത്ഭുതം നടന്നിരിക്കുന്നതിന് നന്ദി. കാൽമുട്ടുകളുടെ വേദനകളുടെ മേൽ ദൈവിക അത്ഭുതം നടന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിരന്തരമായി മൂക്കിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്ന ചിലവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങേക്കൊന്നും അസാധ്യമായിട്ടല്ലല്ലോ, അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ഇന്ന് പ്രഭാതി ദൈവിക അത്ഭുതങ്ങൾ നടക്കുന്നതിന് സ്തോത്രം. അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ജോലി ഭാരങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. അവരുടെ സകല ആവശ്യങ്ങളിലും ദൈവിക അത്ഭുതം ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ നാമത്തിൽ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിന് നന്ദി. ലോകവ്യാപകമായി കർത്താവിന് വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലും ദൈവിക പ്രവൃത്തി നടക്കട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ അവർക്ക് വേണ്ടി ഉണ്ടാകുന്നതിന് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പ്രഭാതത്തിൽ അങ്ങ് എല്ലാ വിഷയങ്ങളെയും തൊടുകയും അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം. കർത്താവേ, ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി ഒരു റിവൈവൽ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ ഉണർവുകൾ ഉണ്ടാകട്ടെ. ചെറുതല്ല, വലിയ ഉണർവുകൾ ഉണ്ടാകട്ടെ. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി. അതുപോലെ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിച്ചാൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം
11:30 അതായത് 11:30 മുതലാണ് നമ്മുടെ എഗെയിൻ പെൻഡക്കോസ്റ്റ് എന്ന യോഗം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും തന്നെ അതിൽ വന്ന് പങ്കെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വീണ്ടും ഒരു പെൻഡക്കോസ്റ്റ് അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കയറുവാൻ അത് മുഖാന്തരമായി തീരട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കാളികളാകണം. നമുക്കിപ്പോൾ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കൈകളെ ഉയർത്തിപ്പിടിച്ചാണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ എഗെയിൻ പെൻഡക്കോസ്റ്റ് എന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, മഹത്വപൂർണ്ണമായി തീരട്ടെ. വലിയ ദൈവശക്തി വ്യാപരിപ്പാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പെന്തക്കോസ്ത് നാളിൽ കൂടി വന്നിരുന്ന എല്ലാവരുടെ മേലും ആത്മശക്തി പകർന്നതുപോലെ കർത്താവെ, നാളെ കൂടി വരുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പാൻ കർത്താവെ ഇടവരുത്തുന്നതിനായിട്ട് നന്ദി. അങ്ങ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തി കാണാൻ സഹായിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറക്കല്ല, തക്ക സമയത്ത് എല്ലാവരും വന്ന് പങ്കെടുക്കുക. ദൈവകൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുന്നത്. നമ്പേഴ്സ് ചാപ്റ്റർ 17:8 അവിടെ പറയുന്നു, പിറ്റേന്നാൾ മോശ സാക്ഷ്യ കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം, ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. കാരണം കർത്താവിൻ്റെ പ്രസൻസ് ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലൈഫ് അത്ഭുതകരമായി തീരും, അസാധാരണമായി തീരും. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാം, അതിൻ്റെ 7-ാമത്തെ വാക്യം, മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. ആമേൻ. ഈ വടിക്ക് ആകെയുള്ള പ്രത്യേകത ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. പിറ്റേ ദിവസം അന്ന് രാത്രി വൈകിട്ട് കൊണ്ടുവെക്കുന്നു. രാത്രി സൂര്യൻ ഉദിച്ചിട്ടില്ല. ആമേൻ. വെള്ളം ആരും തളിച്ചിട്ടില്ല. ആരും പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഷനൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ രാവിലെ മോശ നോക്കുമ്പോൾ ഈ അഹരോൻ്റെ വടി, തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്രക്കാരനായ അഹരോൻ്റെ വടി എന്തു പറ്റി? തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചു നിൽക്കുക. ഇന്ന് പ്രഭാതി പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. ദൈവസാന്നിധ്യത്തിനകത്ത് അസാധ്യങ്ങൾ സാധ്യമാകും. ദൈവസാന്നിധ്യത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങും. അവിടെ ദൈവസാന്നിധ്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് നാച്ചുറൽ റിസോഴ്സ്, അതായത് ഈ ഭൂമിയിലെ സാധാരണ റിസോഴ്സുകളുടെ ഒന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അസാധാരണമായ സൂപ്പർ നാച്ചുറൽ റിസോഴ്സുകളാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഈ ബദാമിൻ്റെ കൊമ്പ് ഫലം കായ്ക്കുവാൻ ഒരു രാത്രി മാത്രം. ആ രാത്രിയിൽ മറ്റ് നാച്ചുറലായ ഒരു പ്രവൃത്തികളും അതിന്മേൽ നടന്നിട്ടില്ല. എന്നാൽ ദൈവികമായ സാന്നിധ്യത്തിനകത്തിരുന്നപ്പോൾ അത് അത്ഭുതമായി മാറി. മോശ ദൈവ സാന്നിധ്യത്തിൽ 40 ദിവസം ഇരിക്കുമ്പോൾ മോശയുടെ ആരോഗ്യം റിന്യൂ ചെയ്യപ്പെടുകയാണ്. മോശയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നില്ല. മോശയുടെ മുഖത്തിൻ്റെ തേജസ് വർദ്ധിച്ചു വരികയാണ്. അതാണ് യെശയ്യാ 40 പറഞ്ഞ്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. മോശ അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് നിന്റെ സാന്നിധ്യം മാത്രം മതി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കണം, സാന്നിധ്യത്തിലിരിക്കണം, ദിവസവും പ്രസൻസിനായിട്ട് കാത്തിരിക്കണം. നമ്മളെല്ലാവരും ഒരു വലിയ പ്രാർത്ഥനാ ലിസ്റ്റുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക. അത് സാന്നിധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം മാറ്റി വെച്ചിട്ട്, അപ്പാ അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കട്ടെ, ആ പ്രസൻസ് മാത്രം മതി. ആ പ്രസൻസിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരാളുടെ മേൽ ദൈവ സാന്നിധ്യം വരുമ്പോൾ അവൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടും. ഇന്നലെ രാത്രി പറഞ്ഞില്ലേ, പത്രോസിൻ്റെ ബോട്ടിനകത്തോട്ട് എൻ്റെ കർത്താവ് ഒന്ന് കയറി. ദൈവ സാന്നിധ്യം ബോട്ടിൽ വന്നപ്പോൾ പത്രോസിൻ്റെ ബോട്ട് എന്തിനു വേണ്ടി വെള്ളത്തിലിറക്കി? മീൻ പിടിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. പക്ഷേ പത്രോസ് മീൻ വേണമെന്നൊന്നും കർത്താവിനോട് പറഞ്ഞില്ല. എന്നാൽ പ്രസൻസ് എവിടെ ഉണ്ടോ അവിടെ പ്രൊവിഷൻസ് ഉണ്ടാകും, അവിടെ വഴികൾ തുറക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, മറ്റെല്ലാത്തിനേക്കാൾ അധികം നിൻ സാന്നിധ്യം മതി എന്ന് കർത്താവിനോട് പറഞ്ഞ് സാന്നിധ്യം അനുഭവിക്കാനായി കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ നാളെ ഈ മീറ്റിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. കാരണം പ്രസൻസിനകത്ത് ഇങ്ങനെ ഇരിക്കുക, ദൈവ സാന്നിധ്യത്തിനകത്ത് ഇങ്ങനെ മുഴുകിയിരിക്കുക. മറ്റെല്ലാം മാറ്റിവെച്ച്, ഫോണൊക്കെ മാറ്റിവെച്ച്, ചിന്തകളൊക്കെ മാറ്റിവെച്ച്
ആമേൻ. മറ്റ് കമ്മിറ്റ്മെൻറ്റ്സുകളൊക്കെ മാറ്റിവെച്ച് കർത്താവിൻ്റെ കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വലിയ മാറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഏറ്റവും ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടത്, കൊതിക്കേണ്ടത്, ആമേൻ, നമുക്ക് വേറെ ഈ ലോകത്തിലെ ഒന്നുമല്ല, പറഞ്ഞ കർത്താവേ അങ്ങയുടെ സാന്നിധ്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആമേൻ. ഏറ്റവും പ്രധാനം സാന്നിധ്യമാണ്. ഇന്ന് ആ സാന്നിധ്യം പകരപ്പെട്ടിരിക്കാൻ സ്തോത്രം. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. എല്ലാവരും സാന്നിധ്യത്തിനെ കൊതിക്കുന്നവരായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സാന്നിധ്യത്തെ മോഹിക്കുക, സാന്നിധ്യത്തെ വാഞ്ചിക്കുക, സാന്നിധ്യത്തിനായി കാംക്ഷിക്കുക, സാന്നിധ്യത്തിനായി ഇരിക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ മെസ്സേജ് കേട്ടതിനും നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നതിനും ഒത്തിരി നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.